പാലക്കാടിന്റെ സ്വന്തം കൊല്ലങ്കോട്. കളേഴ്സ് ഓഫ് ഭാരത് തിരഞ്ഞെടുത്ത ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ 10 ഗ്രാമങ്ങളിലൊന്ന്. കരിമ്പനകളുടെ നാടായ കൊല്ലങ്കോടിന്റെ മറ്റൊരു പ്രധാന ആകർഷണമാണ് കുടിലിടം. കൊല്ലങ്കോട് നിന്നും ഗോവിന്ദാപുരത്തേക്കുള്ള റൂട്ടിൽ വലതുവശത്ത് വഴിയരികിലായാണ് കുടിലിടം സ്ഥിതി ചെയ്യുന്നത്. 20 രൂപ ടിക്കറ്റ് എടുത്താൽ കുടിലിടത്തിലേക്ക് പ്രവേശിക്കാം. പാർക്കിംഗ്, ടോയ്ലറ്റ് തുടങ്ങിയ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. പാടത്തിന്റെ നടുവിലും മറ്റുമായി ഇരിക്കാനും വിശ്രമിക്കാനും മനോഹരമായ കുടിലുകൾ, ഏറുമാടം, കാളവണ്ടി തുടങ്ങിയ പാലക്കാടൻ ആകർഷണങ്ങളെല്ലാം ഇവിടെയുണ്ട്. അകലെ തലയുയർത്തി നിൽക്കുന്ന മലനിരകൾ, 4 വശത്തും ഏക്കർ കണക്കിന് പാടങ്ങൾ. വെറുതെ നോക്കിയിരുന്നാൽ പോലും നാം അറിയാതെ തന്നെ പ്രകൃതിയിൽ ലയിച്ചു പോകുന്ന അവസ്ഥ. പാടത്തിന് നടുവിലൂടെയുള്ള വരമ്പത്തുകൂടെ നമുക്ക് നടക്കാം. ക്ഷീണിച്ചാൽ പലയിടത്തായി തയ്യാറാക്കിയിരിക്കുന്ന ചെറുകുടിലുകളിൽ വിശ്രമിക്കാം. ഫോട്ടോഷൂട്ടിന് ഏറ്റവും അനുയോജ്യമായ ഒരു ലൊക്കേഷൻ കൂടിയാണിത്. എവിടെ നോക്കിയാലും മനോഹരമായ ഫ്രെയിമുകൾ നമ്മെ കൊതിപ്പിക്കും. എന്തായാലും 20 രൂപയ്ക്ക് യഥേഷ്ടം ആസ്വദിക്കാനുള്ളത് ഇവിടെയുണ്ട്. പ്രാചീന കേരളത്തിൽ വേങ്ങനാട് എന്നറിയപ്പെട്ട ഈ പ്രദേശം പിന്നീട് കൊല്ലങ്കോട് രാജവംശത്തിന് കീഴിൽ വന്നതോടെയാണ് ആ പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. പഴമയുടെ ഭംഗിയുള്ള ഒട്ടേറെ കാഴ്ചകൾ ഉറങ്ങുന്ന ഗ്രാമങ്ങളാണ് ഈ പ്രദേശത്തേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. പാലക്കാട് നഗരത്തിൽ നിന്നും ഏകദേശം 30 കിലോമീറ്ററാണ് കൊല്ലങ്കോട്ടേക്കുള്ള ദൂരം. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് പുതുനഗരം വഴി കൊല്ലങ്കോട്ടേക്ക് പോകുന്ന നിരവധി ബസ്സുകളുണ്ട്. തൃശൂരിൽ നിന്നും വടക്കഞ്ചേരി, നെന്മാറ വഴിയും ഇവിടേക്കെത്താം. കൊല്ലങ്കോടിന്റെ ഗ്രാമീണ സൗന്ദര്യവും നെൽവയലുകളും എത്ര കണ്ടാലും മതി വരില്ല. ഇതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് ഇവിടത്തെ ഗ്രാമീണരുടെ നിഷ്കളങ്കമായ പെരുമാറ്റവും. തങ്ങളുടെ നാട് കാണാൻ വരുന്നവരെ അവർ ഹൃദ്യമായി വരവേൽക്കുന്നു. ഇനിയും വരണമെന്ന വാക്കുകളോടെ യാത്രയാക്കുന്നു.